എന്റെ കുറച്ച് ഫ്രണ്ട്സ് NRI ഫ്രണ്ട്സ് നമ്മുടെ റുപ്പി ഡോളറിന് അഗേൻസ്റ്റ് ഡിപ്രീഷിയേറ്റ് ആവുന്ന കണ്ടിട്ട് അവർക്കൊരു ആശങ്ക. ഒന്ന് അവരെ ശമ്പളം കിട്ടുമ്പോൾ കൂടെ അയക്കുമ്പോൾ കൂടുതൽ കിട്ടുന്നുണ്ട്, അതിൽ സന്തോഷമുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഒരു 10 വർഷം എടുക്കുമ്പോൾ റുപ്പി ഇങ്ങനെ ഡിപ്രീഷിയേറ്റ് ആവും, ക്വസ്റ്റ്യൻസ് വരാൻ തുടങ്ങി. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? നമ്മളിപ്പോ റുപ്പീന്റെ ഗ്രാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ 2005 അന്ന് അഗേൻസ്റ്റ് ഡോളർ ഒരു 40 റുപ്പീസ് ആയിരുന്നു. ഇപ്പം വർഷാവർഷം ഒരു 3% അല്ലെങ്കിൽ 4% റുപ്പിക്ക് ഡിപ്രീസിയേഷൻ വന്നിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഈ റുപ്പി ഡിപ്രീസിയേഷൻ ഉണ്ടാവുന്നത് നോക്കാം. ട്രേഡ് ഡെഫിസിറ്റ് സിമ്പിൾ ആയിട്ട് പറയാം. നമ്മൾ ഒരുപാട് സംഗതികൾ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്, ഒരുപാട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതില് പിന്നെ ഇമ്പോർട്ട്സ് കൂടുകയും എക്സ്പോർട്ട്സ് കുറയുകയും ചെയ്യുമ്പോൾ റുപ്പീന്റെ മേലെ പ്രഷർ വരും. കാരണം നമ്മൾ ഇമ്പോർട്ട് കൂടുമ്പോൾ നമുക്ക് ഡോളറിൽ അത് പേ ചെയ്യണം. ഈ ഇമ്പോർട്ട് കൂടുക എന്ന് പറയുന്നത് എൻറ്റയർ നേഷൻ ഇമ്പോർട്ട് ചെയ്യുന്ന ഗവൺമെന്റ് ആണ്? അല്ലല്ല, എൻറ്റയർ നേഷൻ, പബ്ലിക് ആൻഡ് പ്രൈവറ്റ്. അപ്പൊ ഈ ഡാമേജിന്റെ ഒരു ഇന്റൻസിറ്റി കൂട്ടുന്നത് ഇപ്പോൾ ഒരു അർത്ഥത്തിൽ നമുക്ക് നോക്കാം. ഇപ്പൊ ക്രൂഡ് ഓയിൽ ഇപ്പൊ കഴിഞ്ഞ ഈ ക്വാർട്ടറിൽ നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്തു, 5-6% ക്രൂഡ് ഓയിൽ വരും. അപ്പൊ ഇന്ത്യ പ്രിഡോമിനന്റ്ലി ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. അപ്പൊ നമുക്ക് അതിന്റെ പ്രഷർ വന്നു. അപ്പൊ എക്സ്പോർട്സ് കൂടുമ്പോൾ നമുക്ക് അതിന്റെ ഡോളേഴ്സ് നമുക്ക് ഇങ്ങോട്ട് കിട്ടും. നമുക്ക് ഇമ്പോർട്ടിന് വേണ്ടി നമ്മൾ ഡോളർ ഉപയോഗിക്കുന്നതിന്റെ അവസ്ഥ വന്നു. നമ്മൾ സർവീസസ് എക്സ്പോർട്ട് ചെയ്യുന്നത് എക്സ്പോർട്ട് ആയിട്ട് അത് എക്സ്പോർട്ട് അല്ല, പക്ഷേ നമ്മളിത് ടോട്ടൽ ഫിഗർ ആണല്ലോ നോക്കിയാൽ. പിന്നെ വേറെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻഫ്ലേഷൻ ഈ വർഷം പ്രത്യേകിച്ച് ഈ ലാസ്റ്റ് ക്വാർട്ടറിലൊക്കെ 6ന്റെ മേലേക്ക് കടന്നു. കാരണം ഇൻഫ്ലേഷൻ കൂടുമ്പോൾ കുറഞ്ഞ രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ ആണെങ്കിൽ തന്നെ ഈ വർഷം വല്ലാണ്ട് ഇന്ത്യൻ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നൊന്നും നമുക്ക് ഒരു സ്ഥലത്തും കാണാൻ പറ്റില്ല. ഒരു ഇയർ എന്നുള്ള പീരിയഡിൽ ഒരു നോർമൽ ഡിപ്രീസിയേഷൻ നടന്നിട്ടുണ്ട്.